really see something that said, take a look what happened. പെൻസിൽവാനിയയിൽ തിരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രസംഗിക്കുകയായിരുന്ന മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഉണ്ടായത് അപ്രതീക്ഷിത ആക്രമണം. വേദിയിൽ ട്രംപ് സംസാരിക്കുന്നതിനിടെയാണ് അക്രമി വെടിയുതിർത്തത്. തുടരെ 3 തവണ അക്രമി വെടിവെച്ചു. ട്രംപിന്റെ വലതു ചെവിക്ക് പരിക്കേൽക്കുകയും തുടർന്ന് ട്രംപ് നിലത്ത് വീഴുകയും ചെയ്തു. ഉടൻ തന്നെ രക്ഷാപ്രവർത്തകരെത്തി ട്രംപിനെ വലയം ചെയ്തു. ഇതിനിടെ തുടരെ അക്രമി വെടിയുതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് നിലത്തുനിന്ന് ചോരയൊലിക്കുന്ന മുഖവുമായാണ് ട്രംപ് എഴുന്നേറ്റത്. ട്രംപിനെതിരെ നടന്ന ആക്രമണം വധശ്രമമായിരുന്നുവെന്ന് FBI ഉദ്യോഗസ്ഥൻ കെവിൻ റോജക് സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് പിന്നാലെ ട്രംപിന്റെ മകൻ എറിക് ട്രംപ് ഇതുപോലൊരു പോരാളിയെയാണ് അമേരിക്കയ്ക്കാവശ്യം എന്ന തലക്കെട്ടോടെ ട്രംപ് ചോരയൊലിക്കുന്ന മുഖവുമായി നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. വലത്തെ ചെവിക്ക് വെടിയേറ്റതിനു പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം ട്രംപ് കാറിനകത്തെത്തുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ ട്രംപ് സുരക്ഷിതനായിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ആശുപത്രി വിട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ശരീരത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറി വലിയ രീതിയിൽ രക്തസ്രാവമുണ്ടായി. അപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായതെന്ന് സംഭവത്തെക്കുറിച്ച് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു. അക്രമി കൊല്ലപ്പെട്ടുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പരിപാടിയിൽ പങ്കെടുത്ത 3 പേർക്ക് വെടിയേറ്റിട്ടുണ്ട്. 3 പേരും യുവാക്കളാണെന്നും അതിൽ ഒരാൾ മരിച്ചുവെന്നും 2 പേരുടെ നില ഗുരുതരമാണെന്നും BBC റിപ്പോർട്ട് ചെയ്യുന്നു. 20 വയസ്സുകാരനായ തോമസ് മാത്യു ക്രൂക്സ് എന്ന യുവാവാണ് ആക്രമണം നടത്തിയതെന്ന് FBI അറിയിച്ചു. DNA പരിശോധനയിലൂടെയാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്. അതിനിടെ സംഭവത്തിന്റെ നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അക്രമിയെ നേരിടുന്ന സ്നൈപ്പറുടെ ദൃശ്യങ്ങളെന്ന രീതിയിൽ വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട അക്രമി എന്ന രീതിയിൽ പല ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളിലും വീഡിയോകളിലുമൊന്നും ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല. ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതനാണെന്ന് സംഭവത്തിന് പിന്നാലെ US സീക്രട്ട് സർവീസ് വ്യക്തമാക്കി. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയതായി വക്താവ് സ്റ്റീവൻ ച്യൂങ്ങും പ്രസ്താവനയിൽ അറിയിച്ചു.